ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈവ് സെക്ഷൻ ആണ്. നമ്മളിവിടെ മാരത്തോൺ പോലെ ലാസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ലാസ്റ്റ് എക്സാം പ്രീവിയസ് ഇയേഴ്സിലൊക്കെ വന്നിട്ടുള്ള ലൈഫ് സയൻസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മുടെ കൂടെ കുറെ ഫാക്കൽറ്റീസ് ഉണ്ട്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് ഇൻ ബയോളജി എന്ന 13th യൂണിറ്റും അതുപോലെ അപ്ലൈഡ് ബയോളജി എന്ന 12th യൂണിറ്റിലും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് പോലെ ഈ യൂണിറ്റുകൾ നമുക്ക് ഒരു ബാക്കപ്പ് പ്ലാൻ പോലെ കീപ്പ് ചെയ്യാവുന്ന യൂണിറ്റ്സ് ആണ്. ഈ യൂണിറ്റ്സിനെ നമുക്ക് നമ്മൾ നോർമലി സ്റ്റഡി ചെയ്യുന്ന ഏരിയയിൽ നിന്നല്ലാണ്ട് എക്സ്ട്രാ മാർക്ക് സ്കോർ ചെയ്യാനും നമ്മളെ സ്റ്റഡി ചെയ്ത ഏരിയയിൽ നിന്ന് മാർക്ക് പോകാൻ ചാൻസ് ഉള്ളപ്പോൾ നമുക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ ഇത് കീപ്പ് ചെയ്യേണ്ടത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇത് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും നോക്കിയേ. എ സ്റ്റുഡന്റ് counts the number of seeds produced by 10 different haploid arabidopsis plant and obtain the following data. ഒരു 10 സീഡ്സ് അരഡോസിസ് പ്ലാന്റിന്റെ സീഡ്സ് കൗണ്ട് ചെയ്തിട്ട് ഫോളോയിങ് ഡാറ്റ തന്നിട്ടുണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് മെഷർമെന്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഫോർ സമ്മറൈസിങ് ദി അബൌ ഡാറ്റ. ഈ അബൌ ഡാറ്റയെ സമ്മറൈസ് ചെയ്യാൻ സെൻട്രൽ ടെൻഡൻസിനെ എന്താണ് ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് എല്ലാവരും നോക്കി ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്ക്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു പറയുമ്പോ ബി 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 പാർട്ടിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്ക്. നിങ്ങൾക്ക് ചാറ്റ് ഓപ്ഷനിൽ ആൻസർ ഇടാം. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ഇതിന്റെ ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. മീഡിയൻ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അത് എങ്ങനെ സെലക്ട് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ സെൻട്രൽ ടെൻഡൻസി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു 3 ആൾക്കാർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. മീൻ, മീഡിയൻ, മോഡ് തന്നിട്ടുണ്ട്. ഇതില് എങ്ങനെയാണ് നമ്മൾ മീഡിയൻ സെലക്ട് ചെയ്തതെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോ കാണാം 0 ഉണ്ട്, അതുപോലെ 3000 ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിന്റെ ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ വലിയ ഇതാണ്. അപ്പൊ ഇത്രയും വലിയൊരു റേഞ്ച് വരുന്നുണ്ടെങ്കിൽ മീൻ കണ്ടു കഴിഞ്ഞാൽ ഇതിലില്ലാത്തൊരു വാല്യൂ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി ഇതിന്റെ ഒരു പാറ്റേണിനെ അല്ലാണ്ടുള്ള ഒരു റിസൾട്ടിലേക്ക് പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പരമാവധി എന്തുപയോഗിക്കണം? മീൻ ഉപയോഗിക്കാൻ പറ്റില്ല. മീൻ കണ്ടിട്ട് സെൻട്രൽ ടെൻഡൻസി ഇവിടെ കാണാൻ പറ്റില്ല. പിന്നെ നമുക്ക് മീഡിയൻ ആണെന്ന് ഞാൻ പറഞ്ഞു. മോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നോക്ക്. മോഡ് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന വാല്യൂസ് വേണം.
ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂസിനെ കുറിച്ച് പറയുന്നില്ല. സോ മോഡ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഹൈലി റിപ്പീറ്റഡ് വാല്യൂസ് അല്ലേ വരിക. അപ്പോ അങ്ങനെ വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വരാത്തത് കൊണ്ട് നമുക്ക് മോഡ് ഇവിടെ സെൻട്രൽ ടെൻഡൻസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരിക്കലും സെൻട്രൽ ടെൻഡൻസി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് അല്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റോ മറ്റോ നടത്തുമ്പോൾ അതിൽ എത്രത്തോളം ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്, എത്രത്തോളം വേരിയബിലിറ്റി ഫോം ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ ഇൻ ദിസ് കേസ് നമുക്ക് എന്ത് ഉപയോഗിക്കാം? മീഡിയനെ ഇതിന്റെ ഇതായിട്ട് ഉപയോഗിക്കാം. മീഡിയൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്ക്, ഇവിടെ നമുക്ക് ഇത്രയും റേഞ്ച് തന്നു. അപ്പൊ ഈ ഔട്ട് ഗ്രൂപ്പിന് ഇതിൽ ബാധിക്കാൻ പാടില്ല. അപ്പൊ ഉള്ള വാല്യൂസിനെ വെച്ച് മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ മീഡിയൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതിന്റെ മീഡിയൻ, മിഡിൽ വരുന്ന വാല്യൂ ഏതാണെന്ന് നോക്കി ഫോർമുല വെച്ചിട്ട് നമ്മൾ മീഡിയൻ കണ്ടെത്തും. അങ്ങനെയാണ് ഇതിന്റെ സെൻട്രൽ ടെൻഡൻസി തീരുമാനിക്കുന്നത്. ഓക്കെ, ഇങ്ങനത്തെ വാല്യൂസിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിക്കേ. In a rate zonal centrifugation, a mixture is spun just long enough to separate molecules that differ in mass but may be similar in shape and density. അപ്പോ ഇവിടെ മോളിക്യൂൾസിനെ ഈ റേറ്റ് സോണൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന മെത്തേഡില് അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ സ്പിന്ന് ചെയ്യുമ്പോൾ മാസ് വെച്ചിട്ടാണ്, മോളിക്കുലർ മാസ് വെച്ചിട്ടാണ് അവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈ സെപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ഷേപ്പും ഡെൻസിറ്റിയും സെയിം ആണ് എന്ന് നമ്മളോട് പറഞ്ഞു തരാണ്. Which one of the following option represent the component that is typically used to create a gradient in this technique? ഈ ടെക്നിക്കില് ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതെന്താണെന്നാണ് ചോദിക്കുന്നത്. കോമ്പോണന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്കൊരു ഗ്രേഡിയന്റ് വേണമല്ലോ. ഇതും പ്രീവിയസ് ഇയറില് അല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറില് ബി പാർട്ടിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആൻസർ ചെയ്ത് നോക്ക്. ഇതിൽ ഏത് കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ടായിരിക്കും നമുക്ക് ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? ആൻസർ സൂക്രോസ് ആണ്. എങ്ങനെ സൂക്രോസ് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെംബ്രെയിനിന്റെ പാർട്ടിക്കിൾസ് ആണ്. അത് ഒരിക്കലും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗ്രേഡിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സൂക്രോസിന്റെ പ്രത്യേകത എന്താണ്? സൂക്രോസ് വെച്ചിട്ട് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റേബിൾ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ സൂക്രോസിന്റെ വേറൊരു പ്രത്യേകത എന്താ? സൂക്രോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സൂക്രോസിന് ഒരു സ്റ്റേബിൾ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അത് ഏത് കണ്ടീഷനിലും നമുക്ക് ഏത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രേഡിയൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് റേഞ്ച് ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് കാരണത്താൽ നമുക്ക് സൂക്രോസ് ആണ് യൂസ് ചെയ്യുക ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ മറ്റ് ഇതിന്റെ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ KCl ആയാലും സ്റ്റാർച്ച് ആയാലും ഫോസ്ഫോലിപ്പിഡ്സ് ആയാലും നമുക്ക് ഗ്രേഡിയന്റ് വെച്ചിട്ടുള്ള ഈ സെൻട്രിഫിക്കേഷനിൽ കോമ്പോണന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊരു രണ്ട് സെറ്റായിട്ട് രണ്ട് സ്ലൈഡിലായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുക്കുന്നത്. അപ്പോ ആദ്യം ഈ പാർട്ട് നിങ്ങൾ നല്ലോണം വായിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ എക്സ്പ്ലനേഷനും മറ്റേ റിസൾട്ട് വായിച്ചിട്ട് നമുക്ക് അതിന്റെ ഏത് കറക്റ്റ് ആൻസർ എന്ന് നോക്കാം. അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കേ.
A Drosophila stock that is heterozygous, null for a unique nuclear target gene was submated. The target gene is essential for the development of Drosophila. The embryos from the cross were analyzed and the following result were obtained. PCR analysis of the genomic DNA isolated from the embryos shows that 25% of the embryos did not have the target gene. Northern analysis of the RNA isolated from the above embryos showed the presence of transcript corresponding to the target gene. No lethality was observed in the progeny. ഓക്കെ, അപ്പൊ ഇതിവിടെ എന്താ പറയണേ, ഒരു പെർട്ടിക്കുലർ യൂണിക് ടാർഗറ്റ് ജീനിന് ഉള്ള ഒരു ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു സിബ്ലിംഗ് ആയിട്ടുള്ള ഡ്രോസോഫില സ്റ്റോക്കിനെ സിബ്മേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സ്റ്റോക്കിന്റെ ഉള്ളിൽ തന്നെ മേറ്റ് ചെയ്തു. അങ്ങനെ മേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ പറയുന്ന ഡ്രോസോഫില ഡെവലപ്പ് ചെയ്തുല്ലോ. ഈ പറയുന്ന ടാർഗറ്റ് ജീന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര എസെൻഷ്യൽ ആണ്. അതില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഡ്രോസോഫില അവിടെ ഡെവലപ്പ് ചെയ്യില്ല. അപ്പോ ഈ എംബ്രിയോസ് ഇങ്ങനെ സിബ്മേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള എംബ്രിയോസിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തപ്പോ അവരുടെ ജീനോമിക് DNA എടുത്ത് PCR ചെയ്ത് നോക്കിയപ്പോ 25% എംബ്രിയോയിലും എന്തില്ല, ടാർഗറ്റ് ജീൻ ഇല്ല. ഓക്കെ, അപ്പോ അവരുടെ ഇതിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മള് നോർത്തേൺ അനാലിസിസ് ചെയ്തു, RNA ഐസൊലേറ്റ് ചെയ്തിട്ട്. അങ്ങനെ RNA ഐസൊലേറ്റ് ചെയ്തിട്ട് നോർത്തേൺ അനാലിസിസ് ചെയ്തപ്പോ അവിടെ എല്ലാവരിലും തന്നെ ട്രാൻസ്ക്രിപ്റ്റ് പ്രസന്റ് ആണ്. അപ്പോ ജീൻ ഇല്ലാണ്ട് എങ്ങനെ ട്രാൻസ്ക്രിപ്റ്റ് പ്രസന്റ് ആയി? അപ്പൊ അവർക്ക് വേറെ സോഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത്രയും മനസ്സിൽ വെക്കണേ. നോ ലീത്താലിറ്റി, അവിടെ ഡെത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. ഡെത്ത് സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളില് ഈ പറയുന്ന പ്രോട്ടീൻ ആവുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന ആ ഡ്രോസോഫില അല്ല അത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോട്ടീൻ ഇല്ലാണ്ട് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഒബ്സർവേഷൻസ് നോക്കാം. ഇതിൽ ഏത് ഓപ്ഷനാണ് ഇതിനെ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ നൽകുന്നത്? ഒന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്ത് നോക്ക്. നോക്ക്, ഓപ്ഷൻ എ നോക്ക്. ഏതാണ് ഉത്തരം വരിക നോക്ക്. ഓപ്ഷൻ എ എന്താണ് പറയണേ? ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് ദ ടാർഗറ്റ് ജീൻ എന്ന് പറയുന്നത് എന്താണ്? പെറ്റേണലി കോൺട്രിബ്യൂട്ടഡ് ആണെന്നാണ് പറയണത്. ഓപ്ഷൻ ബി എന്താ പറയണേ? ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് ദ ടാർഗറ്റ് ജീൻ ആണ് മെറ്റേണലി കോൺട്രിബ്യൂട്ടഡ്. The transcripts are observed due to mitochondrial inheritance. Mitochondrial inheritance മൂലമാണെന്നാണ് പറയുന്നത്. The transcripts are dictated from the yeast that larva eat. ആ ലാർവ കഴിക്കുന്ന ഈസ്റ്റിൽ നിന്ന് കിട്ടിയതാണെന്നാണ് പറയുന്നത്. ഇതിൽ ഏത് മെത്തേഡ് ആയിരിക്കും? ആൻസർ ചെയ്ത് നോക്ക്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഇപ്പൊ ഒരു ക്രോസിംഗ് നടക്കുമ്പോ മെയിലിന്റെ ന്യൂക്ലിയസ് മാത്രമാണല്ലോ വരുന്നത്. ബാക്കി അതിന്റെ സെല്ലുലാർ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്? ഈ പറയുന്ന
ഫീമെയിൽ പാരന്റിന്റെ ആണ്. ഓക്കെ, അപ്പോ ആ സെല്ലില് ഓൾറെഡി അതിന്റെ ഗ്രോത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജീനോമിൽ ഇല്ല. ഈ പറയുന്ന ന്യൂ ലാർവയുടെ ജീനോമില് എന്തില്ല, ഈ പറയുന്ന DNA ഇല്ല, ടാർജറ്റ് ജീൻ ഇല്ല ന്യൂ ലാർവയുടെ. പക്ഷേ ഇവർക്ക് ഓൾറെഡി ട്രാൻസ്ക്രിപ്റ്റ് RNA അതുപോലെ അതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ ആരുടെയിലുണ്ട്? മദറിന്റെ സെല്ലിലുണ്ട്. ഓക്കെ, അപ്പൊ ഈ മദറിന്റെ സെല്ലിലുള്ള ഈ പറയുന്ന RNA മെറ്റേണൽ RNA വെച്ചിട്ടാണ് മെയിൻലി എന്ത് ചെയ്യുന്നത്? ഇവര് ഈ പറയുന്ന ഇവരുടെ ഡെവലപ്മെന്റിലൊക്കെ നടത്തുന്നത്. അങ്ങനെ ഇവരുടെ ഡെവലപ്മെന്റ് നടത്തുമ്പോ സ്വാഭാവികമായിട്ടും അവർക്ക് ആ പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി കാണിക്കുന്നില്ല. പക്ഷെ അവരുടെ ജീനിൽ എന്തില്ല? ഈ പറയുന്ന ഇതില്ലാത്തത് കൊണ്ട് അവർക്ക് അവരുടെ ജീനിൽ കാണില്ല, പക്ഷെ അവരുടെ ബോഡിയിലുള്ള RNAയിൽ കാണും. അപ്പോ ഇതിന് കാരണം എന്താണ്? മെറ്റേണലി കോൺട്രിബ്യൂട്ടഡ് ആണെന്നാണ് അർത്ഥം. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. ഇതിലില്ല, പക്ഷെ നമുക്ക് ഇതിന്റെ ഇത് കാണാം. നമ്മള് ഒരു കണ്ടീഷൻ പഠിക്കുന്നുണ്ടാവും ജെനറ്റിക്സില്. നമ്മളുടെ സ്നെയിൽസിന്റെ കോയിലിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. സ്നെയിൽസിന്റെ കോയില് മെറ്റേണലി ആണ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോ എന്ത് തന്നെ ആ കുട്ടിയുടെ ജീനായാലും ആ കോയിലിന്റെ ഓറിയന്റേഷൻ മെറ്റേണൽ വെച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. മെറ്റേണലിന്റെ എന്താണോ അത്. ഇപ്പൊ ആ കുട്ടിക്ക് വേറെ ആയിരിക്കും, റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കും ചിലപ്പോ പാരന്റിനെ, മെറ്റേണലിനെ ലെഫ്റ്റ് സൈഡിലേക്ക് ആയിരിക്കും. അപ്പോ അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ഇനി ആർക്കാ കാണാം? ആ കുട്ടിയുടെ കുട്ടിക്കാണ് വരിക എന്ത്? ആ കുട്ടിയുടെ റൈറ്റ് സൈഡിലേക്കുള്ള ഓറിയന്റേഷൻ. അപ്പോ മെറ്റേണലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ലീതാലിറ്റി ഒന്നും കാണാണ്ട് എന്നുവെച്ചാൽ അവരില് ആ പറയുന്ന ജീനിന്റെ പ്രസൻസും കാണാൻ പറ്റാഞ്ഞത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും വായിക്കേ. ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മളിപ്പോ എന്ത് ഒരു എക്സ്പെരിമെന്റ് ചെയ്താലും 95% കോൺഫിഡൻസ് ഇന്റർവെലിനെ കുറിച്ചിട്ടൊക്കെ പറയുമല്ലോ. അപ്പൊ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു 95% കോൺഫിഡൻസ് ഇന്റർവെൽ ഓഫ് ദി എസ്റ്റിമേറ്റഡ് മീൻ ഫ്രം എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ. ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷനിൽ നിന്ന് 95% കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണെന്നാണ് ചിലർ പറയുന്നത്. വേറെ ഏതെങ്കിലും സജഷൻസ് ഉണ്ടോ? അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. They are limit between which in the long run 95% of observation fall. 95% of observationും ഈ വാല്യൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. They are way of measuring precision of estimation of the mean. മീനിന്റെ പ്രിസിഷൻ എത്ര പ്രിസൈസ് ആണെന്ന് മെഷർമെന്റിന്റെ ഇതാണ് പറയുന്നത്. They are the limit within which the sample mean fall with the probability of 0.95. 0.95 1ന്റെ തൊട്ടടുത്ത് പ്രോബബിലിറ്റി ഉള്ള അടുത്താണ് ഇതിന്റെ ലിമിറ്റ് എന്നാണ് സി ഓപ്ഷൻ പറയുന്നത്. They are way of measuring variability of a set of observation. ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷന്റെ ഇതാണെന്നാണ് പറയുന്നത്. ഈ 95% കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രിസൈസ് ആയിട്ട് മീനിന്റെ കാര്യം പറയാൻ പറ്റുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 95% കോൺഫിഡന്റില് നമുക്ക് പറയാൻ പറ്റും ഇതായിരിക്കും ആ സാമ്പിളിന്റെ മീൻ. ഇതാണ് 95% കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. അപ്പോ ഈ ഓപ്ഷനുകളിൽ ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് വരുന്നേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിന്റെ പ്രിസിഷൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അല്ലാണ്ട് നമുക്ക് അറിയുന്ന പോലെ ഒബ്സർവേഷൻ 95%ഉം ഈ ഏരിയയിലാണ് വരണേന്നല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ എപ്പോഴും ആവറേജ് കണ്ടിട്ടാണ് നമ്മൾ അതിന്റെ കോൺഫിഡൻസ് ഒക്കെ നോക്കുക. അപ്പൊ മീനിന്റെ പ്രിസിഷൻ പറയാനാണ് എന്തുപയോഗിക്കുന്നത്, ഈ കോൺഫിഡൻസ് ഇന്റർവെൽ ഉപയോഗിക്കുന്നത്. അത് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. ഇത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്ന ഒരു സാധനമാണ്. നമ്മൾ എല്ലാവരും വിചാരിക്കും 95% ഒബ്സർവേഷൻ ആണ് അതിൽ വരുന്നത് എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. മീനിന്റെ പ്രിസിഷൻ, എത്രത്തോളം മീൻ പ്രിസൈസ് ആണ് ഈ ഇതില് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് 95% കോൺഫിഡൻസ് പറയുന്നത്. അല്ല, 95% ഒബ്സർവേഷൻ അതിൽ വരുന്നതെന്നല്ല. അതുപോലെ തന്നെ ഇതിന്റെ ലിമിറ്റ് 0.595 പ്രോബബിലിറ്റിയില് മീൻ ഫോളോ ചെയ്യുന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. ഓക്കെ, ഒക്കെ ബി പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഇതും ഒരു ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആണ് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്. അപ്പൊ ഇത് ജസ്റ്റ് ബയോസ്റ്റാറ്റി അറിയുന്നവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വേഗം ഒന്ന് എല്ലാവരും ആൻസർ ചെയ്തേ. ഓക്കെ, പാരാമെട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പാരാമെട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഷറിങ് ചെയ്തിട്ട് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഏതാണ് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതില് അൺപെയർഡ് ടി ടെസ്റ്റ് ആണ് പാരാമെട്രിക് ടെസ്റ്റ്. അപ്പൊ മറ്റ് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? പെയർഡ് ഉണ്ട് അല്ലെ, പെയർഡ് ടി ടെസ്റ്റ് ഉണ്ട്. പിന്നെന്താ ഉള്ളേ? അനോവി ഉണ്ട്, അൺപെയർഡ് ടി ടെസ്റ്റ് ഉണ്ട്. അതുപോലെ ഈ പറയുന്ന ടെസ്റ്റുകളൊക്കെയാണ് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്. മറ്റ് ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? നോൺ പാരാമെട്രിക് ആണ് കേട്ടോ, നോൺ പാരാമെട്രിക്. അപ്പൊ ഇവിടെ മറ്റോടത്ത് ഇവിടെ മീൻ വാല്യൂ വെച്ചിട്ടാണ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ മറ്റോടത്ത് കമ്പയർ ചെയ്യണമെങ്കിൽ, ഇപ്പൊ പെയർഡ് ആണെങ്കിൽ പെയർഡ് ഇതിലുള്ള മീൻ വാല്യൂയുടെ കമ്പാരിസൺ ആണ്, അൺപെയർഡ് ആണെങ്കിൽ അൺപെയർഡ് പോപ്പുലേഷനിലുള്ള മീൻ വാല്യൂവിന്റെ കമ്പാരിസൺ ആണ്. മൾട്ടിപ്പിൾ പോപ്പുലേഷനിലുള്ള മീൻ വാല്യൂന്റെ കമ്പാരിസണിനെയാണ് അനോവ എന്ന് പറയുന്നത്. അപ്പൊ മറ്റ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് വേറെ ഈ മെയിൻ വാല്യൂ അല്ലാണ്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെ വെച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ബാർകോഡിംഗ് ഐഡന്റിഫിക്കേഷൻ ഓഫ് എനിമൽ സ്പീഷീസ്? എനിമൽ സ്പീഷീസിന്റെ ബാർകോഡിംഗ് ഐഡന്റിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ചെയ്തേ. ഓപ്ഷൻ ബി എന്നാണ് ഒരാൾ പറയുന്നത്. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഓപ്ഷൻ എ ആണ് ഒരാൾ പറയുന്നത്. ഓക്കെ, വേറെ ഏതെങ്കിലും സജഷൻസ് ഉണ്ടോ? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. ഈ സൈറ്റോക്രോം ഓക്സിഡേസ് 1 എന്ന് പറയുന്ന നമ്മൾ കോക്സ് 1 എന്നും വിളിക്കും, അതുപോലെ CO1 എന്നും വിളിക്കും കേട്ടോ.
ഈ റീജിയൻ ആണ് ശരിക്കും എനിമൽസിന്റെ സ്പീഷീസ് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ യൂസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം എവല്യൂഷൻ അല്ലെങ്കിൽ മിനിമം മോഡിഫിക്കേഷൻ നടക്കുന്ന ഏരിയ ആണ് ഈ പറഞ്ഞ സൈറ്റോക്രോം ഓക്സിഡേസ് 1 റീജിയൻ ട്ടോ. അപ്പോ ഫിഷസ് ആയാലും ഇൻസെക്ട്സ് ആയാലും മറ്റേത് ഓർഗാനിസം ആയാലും സ്പീഷീസ് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുക സൈറ്റോക്രോം ഓക്സിഡേസ് 1 അല്ലെങ്കിൽ കോക്സ് 1 അല്ലെങ്കിൽ കോവൺ എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന റീജിയനെയാണ് നമ്മൾ ബാർകോഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. മൈക്രോസാറ്റലൈറ്റ് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? മൈക്രോസാറ്റലൈറ്റില് ഹൈലി റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള സീക്വൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ മ്യൂട്ടേഷൻ സംഭവിക്കാനും ഇൻഡിവിജ്വൽ വേരിയേഷൻ സംഭവിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇൻഡിവിജ്വലി വേരിയേഷൻ സംഭവിക്കുന്ന ഒരു സാധനത്തിനെ നമുക്കൊരു സ്പീഷീസ് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. അറ്റ്ലീസ്റ്റ് ആ സ്പീഷീസിലെങ്കിലും അത് സെയിം ആയിട്ട് നിൽക്കണ്ടേ? അപ്പൊ അത് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൈക്രോസാറ്റലൈറ്റ് ഉപയോഗിക്കാത്തത്. 28S ഒരു പരിധിക്ക് നമ്മൾ എന്ത് ചെയ്യും? ബാർകോഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഐഡന്റിഫിക്കേഷൻ എന്നൊരു പ്രോസസ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ 28S റീജിയൻ പരമാവധി ഒഴിവാക്കാറുണ്ട്. അപ്പോ അല്ലെങ്കിൽ MATK എന്ന് പറയുന്ന ഈ റീജിയൻ എന്തിനു ഉപയോഗിക്കുക? സ്പീഷീസ് ഐഡന്റിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണോ? യെസ്, ഇത് സ്പീഷീസ് ഐഡന്റിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇത് ഏതിലാ ഉപയോഗിക്കണേ? പ്ലാന്റ്സിലാണ് ഉപയോഗിക്കുന്നത് കേട്ടാ. ഇതൊരു സൈറ്റോപ്ലാസ്മിക് ആയിട്ടുള്ള ഒരു റീജിയനിൽ വരുന്ന ക്ലോറോപ്ലാസ്റ്റില് വരുന്ന ഒരു ഏരിയ ആണ്, ജീനാണ്. അതുകൊണ്ട് ഇത് നമുക്ക് എന്തിനു ഉപയോഗിക്കാം? സ്പീഷീസ് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി അതുപോലെ തന്നെ നമ്മൾ ബാക്ടീരിയയുടെ സ്പീഷീസ് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് 6S RRNA റീജിയൻ. 16S RRNA റീജിയൻ ആണ് നമ്മൾ എന്ത് ബാക്ടീരിയയുടെ ഐഡന്റിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഫംഗസിന്റെ ആണെങ്കിലോ ITS റീജിയൻ ട്ടോ. ITS എന്ന് പറഞ്ഞ റീജിയൻ അത് 1, 2, 3, 4 ഉണ്ട്. ആ 4 റീജിയനും നമ്മൾ യൂസ് ചെയ്യും. ITS റീജിയൻ ആണ് നമ്മൾ ഫംഗസിന്. അപ്പൊ 16S RRNA റീജിയൻ എന്ന് പറയുന്നത് ഇതിന്റെയാണ്? ബാക്ടീരിയയുടെ. ITS റീജിയൻ എന്ന് പറയുന്നത് ഫംഗൈന്റെ ട്ടാ. അപ്പോ ഈ റീജിയനാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഇതിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ഈ ക്വസ്റ്റ്യനും ഈ പറഞ്ഞ പോലെ 2 സെറ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ആദ്യത്തെ ഭാഗം വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ മറ്റു ഭാഗങ്ങൾ നോക്കാം. മറ്റു ഭാഗത്ത് എന്താ വരണെന്ന് നോക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് ഈ ഭാഗം വായിക്കും. A researcher was interested in detecting a parasite-derived antigen in Plasmodium falciparum infected erythrocytes. The following labeling experiments were performed, followed by immunoprecipitation with antibodies against Plasmodium falciparum protein and its autoradiography. ഓക്കെ, അപ്പൊ ഒരാൾ ഡിറ്റക്ട് ചെയ്യണം പാരസൈറ്റ് ഡെറിവൈഡ് ആയിട്ടുള്ള ആന്റിജനെ ഒരു എർത്രോസൈറ്റിൽ ഇൻഫെക്ട് ചെയ്തതിനെ ഡിറ്റക്ട് ചെയ്യണം. ഇതാണ് ആളുടെ ഒരു ടാസ്ക്. അതിനുവേണ്ടി അദ്ദേഹം ലേബലിംഗ് എക്സ്പെരിമെന്റ് നടത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് വെച്ചിട്ട് ലേബൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇമ്മ്യൂണോപ്രസിപ്പിറ്റേഷൻ ആന്റിബോഡി വെച്ചിട്ടുള്ള ഇമ്മ്യൂണോപ്രസിപ്പിറ്റേഷനിൽ നമ്മൾ ഫാൽസിപറം പ്രോട്ടീനും ഇതിന് റേഡിയോഗ്രഫി വെച്ചിട്ട് ലേബൽ ചെയ്തിട്ട്
അതിനെ നമ്മൾ ഓട്ടോ റേഡിയോഗ്രഫി ചെയ്തപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുമല്ലോ. അപ്പൊ ഇതില് ഏത് തരം ലാബിലിംഗ് ആണ് യൂസ് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ലാബിലിംഗ് വിത്ത് 32P ATP ഇൻ ദി മീഡിയയില് നമ്മളുടെ 32P വെച്ചിട്ടുള്ള ATPകളെ ലേബിൾ ചെയ്യാം. ലേബിലിംഗ് 125 അയോഡിൻ ഇൻ ദി മീഡിയ. അയോഡിന്റെ ഈ പറഞ്ഞ റേഡിയോ ആക്റ്റീവ് ഗ്രൂപ്പ് ആയിട്ടുള്ള 125 അയോഡിനെ വെച്ചിട്ട് ലേബിൾ ചെയ്യാം. ലേബിലിംഗ് വിത്ത് എസ് മെഥിയോണിൻ ഇൻ ദി മീഡിയയിലുള്ള 35S മെഥിയോണിനെ വെച്ചിട്ട്. ലേബിലിംഗ് വിത്ത് 3H ഹൈപ്പോസാന്തിൻ ഇൻ ദ മീഡിയയിലുള്ള 3H ഹൈപ്പോസാന്തിൻ വെച്ചിട്ട് ലേബിൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4 തരത്തിലുള്ള ലേബിലിംഗ് ആണ് പറയുന്നത്. ഇവിടെ ഏതൊക്കെയാന്ന് എഴുതാം. എ എന്ന് പറയുന്നത് എന്താണ്? എന്ന് പറയുന്നത് 32P ATPയിലുള്ള 32Pനെ ലേബിൾ ചെയ്യുക. ബി എന്ന് പറയുന്നത് 125 അയഡിൻ. സി എന്ന് പറയുന്നത് 32S മെഥിയോണിനിലെ. ഡി എന്ന് പറയുന്നത് 3H ഹൈപ്പോക്സാന്തിനിലെ. അപ്പോ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻ റെപ്രസെന്റ് ദ ലാബിലിംഗ് എക്സ്പെരിമെന്റ് ടു പ്രിഡോമിനന്റ്ലി ഡിറ്റക്ട് ദ പാരസൈറ്റ് ഡിറൈവ്ഡ് ആന്റിജൻ. ഈ പാരസൈറ്റ് ഡിറൈവ്ഡ് ആന്റിജനെ ഇതിൽ ഏത് മെത്തേഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക? ഒന്ന് ആൻസർ ചെയ്തേ. അപ്പൊ നമുക്ക് നോക്കാം. ATP അല്ലെങ്കിൽ 32P വെച്ചിട്ട് ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സി മാത്രമാണ്. എന്ന് വെച്ചാൽ 32S വെച്ചിട്ടുള്ളത് മാത്രമാണ് മെഥിയോണിന് ലേബിൾ ചെയ്താൽ മാത്രമാണെന്നാണ് പറയുന്നത്. കാരണം എന്താന്ന് നോക്കാം. 32P വെച്ചിട്ട് ഫോസ്ഫേറ്റ് വെച്ചിട്ട് നമ്മൾ ATPCനെ ലേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിനെ ബാധിക്കും? ഹോസ്റ്റിന്റെ ATPs, അതുപോലെ പാരസൈറ്റിലുണ്ട് അല്ലെ. അപ്പൊ രണ്ടിലും പോയിട്ട് ബൈൻഡ് ചെയ്യും, രണ്ടും ബ്ലോ ചെയ്യും. ഓക്കെ, അപ്പോ നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ 125 അയോഡിനെ വെച്ചിട്ടാണെങ്കിലാ ഈ മെത്തേഡില് ഇത് ഹോസ്റ്റിലാണ് പോയി ബൈൻഡ് ചെയ്യുക. ഹോസ്റ്റ് സെൽ സ്പെസിഫിക് ആണ് ഈ സാധനം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 125 അയോഡിൻ എന്ന് പറയുന്നത് പാരസൈറ്റില് നമുക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് ഹോസ്റ്റിനെയാണ് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇനി 32S മെഥിയോണിൻ ആവുമ്പോ ഇത് നമുക്ക് ബൈൻഡ് ചെയ്യും. അത് പറഞ്ഞല്ലോ, നിൽക്കട്ടെ അവിടെ. 3H ഹൈപ്പോസാന്തിൻ ആണെങ്കിൽ ഇതും പറയുന്നത് എന്തിലുണ്ട്? ഹോസ്റ്റിലുണ്ട്, പാരസൈറ്റിലുണ്ട്. അപ്പൊ പാരസൈറ്റ് സ്പെസിഫിക് ആയിട്ട് ബൈൻഡ് ചെയ്യണമെങ്കിൽ ഈ മൂന്നും പറ്റില്ല എന്ന് അവിടെ തന്നെ തെളിഞ്ഞു. ഇനി സി. അപ്പൊ CS മെഥിയോണിൻ എന്ന് പറയുമ്പോ ഫ്രഷ്ലി ഉണ്ടാക്കിയിട്ടുള്ള ഈ RNAയുടെ ഫസ്റ്റത്തെ മെഥിയോണിനിലാണ് ഇത് പോയി ബൈൻഡ് ചെയ്യണേ. S32 എന്ന് പറയുന്ന മെഥിയോണിൻ ഫസ്റ്റ്. അപ്പൊ ഈ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ RNA എന്ന് പറയുന്നത് ഈ പാരസൈറ്റിന്റെ RNA ആയിരിക്കും. അപ്പൊ ആ RNAയുടെ മെഥിയോണിനിൽ പോയി ബൈൻഡ് ചെയ്യുമ്പോ അവിടെ നമുക്കത് ഗ്ലോ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ S32S മെഥിയോണിനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഇതും ഈ പറഞ്ഞ പോലെ 2 സെക്ഷൻ ആയിട്ടാണുള്ളത്. ഈ സെക്ഷൻ വായിച്ച്
മനസ്സിലാക്കിയ ശേഷം നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ നമുക്കത് കൂടുതലും മനസ്സിലാക്കാൻ പറ്റും. RPMI ആൻഡ് DMEM എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് നമ്മൾ സെറം സപ്ലിമെന്റ് ചെയ്യും. അതുപോലെ ആന്റിബയോട്ടിക്, ഗ്ലൂട്ടാമിൻ, ഫീനോൾ റെഡ്, ഇതൊക്കെ നമ്മൾ ടിഷ്യൂ കൾച്ചറിന്റെ സമയത്ത് CO2 ഇൻക്യുബേറ്ററിൽ കൾച്ചർ വെക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ സപ്ലിമെന്റ് ചെയ്യും ഇതിന്റെ മീഡിയത്തിലേക്ക്, സെൽ കൾച്ചർ നടത്തുന്ന മീഡിയത്തിലേക്ക്. ഇൻ അഡീഷൻ നമുക്ക് അതിൽ എന്ത് ചെയ്യും, സോഡിയം ബൈകാർബണേറ്റും അതുപോലെ HEPES എന്ന് പറയുന്ന ബഫറിംഗ് ഏജൻസും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വേർ മെയ്ഡ് അബൌട്ട് ദ മീഡിയ. ഈ മീഡിയത്തിനെ കുറിച്ചിട്ട് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. While 5% CO2 is optimal for cell culture in RPMI, the optimal CO2 concentration for DMEM is 7.5 to 10%. അപ്പോ RPMI മീഡിയ ആണ് യൂസ് ചെയ്യണമെങ്കിൽ 5% CO2 മതി. DMEM മീഡിയ ആണെങ്കിൽ 7.5% മുതൽ 10% വരെ CO2 കോൺസെൻട്രേഷൻ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. HEPES മീഡിയ, HEPES എന്ന് പറയുന്നത് മീഡിയ നമുക്ക് റൂം എയറിൽ പുറത്തു വെക്കുന്നെങ്കിൽ നമുക്ക് എന്ത് വേണം, HEPES ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. ആ മീഡിയത്തിൽ ആഡ് ചെയ്യണം, എന്നാലാണ് നമുക്ക് റൂം എയറിൽ എന്ന് വെച്ചാൽ പുറത്ത് CO2 കോൺസെൻട്രേഷൻ കുറവുള്ള സ്ഥലത്ത് കൊടുത്ത് വെക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയണത്. ഓപ്ഷൻ സി നോക്ക്, സോഡിയം ബൈകാർബണേറ്റ് നെസസറി ആണെന്ന് പറയണേ റൂം എയറിൽ പുറത്ത് വെക്കണമെങ്കിൽ. അപ്പൊ ഉള്ളിൽ വെക്കണമെങ്കിൽ അല്ല, റൂം എയറിൽ പുറത്ത് വെക്കണമെങ്കിൽ സോഡിയം ബൈകാർബണേറ്റിന്റെ ആവശ്യം ഉണ്ടെന്നാണ് പറയണത്. വെൻ സെൽ ഗ്രോ റാപ്പിഡ്ലി ഇൻ കൾച്ചർ മീഡിയം, ഫീനോൾ റെഡ് പിങ്ക് ടു റെഡ് കളറായി മാറും എന്നാണ് പറയുന്നത്. ഫീനോൾ റെഡ് പിങ്ക് ടു റെഡ് കളർ, സെൽ കൾച്ചർ വളർന്ന് റാപ്പിഡ് ആവുമ്പോ പിങ്ക് ടു റെഡ് കളർ. അപ്പൊ ഇതിലെ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഏത് ഓപ്ഷൻ, വിച്ച് ഓൺ ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ഇതിൽ കറക്റ്റ് കോമ്പിനേഷൻ. അപ്പൊ ഓപ്ഷൻ എയിൽ എന്താണ് പറയണേ, RPMI മീഡിയം ആണെങ്കിൽ 5% CO2 മതി. പക്ഷേ DMEM മീഡിയ ആണെങ്കിൽ 7.5% to 10% CO2 ആവശ്യമുണ്ട്. ഓപ്ഷൻ ബി എന്താ പറയണേ, HEPES വെച്ചിട്ട് വേണം നമുക്ക് റൂം എയറില് മീഡിയം പുറത്തു വെക്കാൻ. ഓപ്ഷൻ സി പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ് വെച്ചിട്ട് വേണം റൂം എയറില് മീഡിയം പുറത്തു വെക്കാൻ. ഓപ്ഷൻ ഡി എന്താ പറയണേ, സെല്ല് ഗ്രോ ആവണതിനനുസരിച്ച് ഫീനോൾ റെഡ് മീഡിയത്തിന്റെ കളറ് റെഡ് കളറിലേക്ക് ആക്കി മാറ്റും എന്നാണ് പറയണേ. റെഡ് അല്ലെങ്കിൽ ഒരു പിങ്ക് കളറിലേക്ക് ആക്കി മാറ്റും എന്നാണ് പറയണേ. ഇതിൽ ഏത് കോമ്പിനേഷൻ ആണ് കറക്റ്റ് എന്നാണ് പറയണേ. ഇതിൽ ഏത് കോമ്പിനേഷൻ ആയിരിക്കും കറക്റ്റ്, ആൻസർ ചെയ്ത് നോക്കിയേ. ആൻസർ ചെയ്യുന്നുണ്ടോ, അറിയോ? ഒന്ന് ആൻസർ ചെയ്ത് ശ്രമിച്ചു നോക്ക്. ഓക്കെ, അപ്പോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്.
അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് വരുന്നത്? എയും ബിയും ആണ് കറക്റ്റ് ഓപ്ഷൻസ് വരുന്നത്. അപ്പോ ഇത് എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ RPMI എന്ന് പറയുന്ന മീഡിയത്തിലാണെങ്കിൽ 5% CO2 ആവശ്യമുള്ളൂ. DMEM മീഡിയത്തിലാണെങ്കിൽ 7.5 to 10% CO2 ആവശ്യമുണ്ട്. ഈ പെർസെന്റേജ് എന്തിനനുസരിച്ച് ഡിഫറൻറ്റ് വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ DMEM മീഡിയത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സോഡിയം ബൈകാർബണേറ്റിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഇതാക്കുന്നത്, ഡിഫറൻസ് വരുന്നത്. പിന്നെ നമുക്ക് HEPS മീഡിയത്തിൽ എന്താണ് റൂം എയർ, HEPS ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂം എയറിൽ വെക്കാൻ പറ്റും, കുറച്ച് നേരത്തേക്ക് ഒരു ലോങ് ടേമിലേക്കൊക്കെ വേണമെങ്കിൽ വെക്കാൻ പറ്റും. പക്ഷേ സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്തിട്ട് റൂം എയറിൽ വെക്കില്ല. നമ്മൾ സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്തിട്ട് CO2 പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ CO2 ഇൻക്യുബേറ്ററിലാണ് വെക്കുക. ഓക്കെ. അതുപോലെ സെൽ ഗ്രോത്ത് ഫീനോൾ റെഡ് കളറിലേക്കല്ല, കുറച്ചുകൂടി യെല്ലോയിഷ് കളറിലേക്കാണ് കളറ് മാറുക. പിങ്ക് ടു റെഡ് കളറിലേക്കല്ല, അത് യൂസപ്പ് ആവുന്നതിനനുസരിച്ച് ഒരു യെല്ലോ ഷെയ്ഡിലേക്കാണ് ലൈറ്റ് ആയിട്ട് വരിക ചെയ്യാം. ഓക്കെ. അപ്പോ ഇതാണ് ഇതിന്റെ ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്, നമുക്ക് ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ സി പാർട്ടിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്ന് വായിച്ച് നമുക്ക് വേഗം ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ. റിസർച്ചർ യൂസ്ഡ് CRISPR-Cas9. അറിയാലോ, CRISPR-Cas9 സിസ്റ്റം എന്താണെന്ന് അറിയാലോ. നമ്മുടെ ജീൻ എഡിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് CRISPR-Cas9 സിസ്റ്റം, ആൻഡ് ഒബ്സർവ്ഡ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ഇൻ 2 allele ഓഫ് ടാർഗറ്റ് ജീൻ ഇൻ എ T0 ട്രാൻസ്ജനിക് പ്ലാന്റ്. അപ്പൊ T0 ട്രാൻസ്ജനിക് പ്ലാന്റിൽ 2 തരം മ്യൂട്ടേഷൻ കണ്ടു. ഈ മ്യൂട്ടേഷൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അലീൽ 1 ഒരു അഡീഷൻ ന്യൂക്ലിയോടൈഡ് ആണ് സംഭവിക്കുന്നത്. അലീൽ 2 ഒരു ഡെലീഷൻ ആണ് സംഭവിക്കുന്നത്. ഈ മ്യൂട്ടേഷനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. ഇത് മോണോ അലീലിക് മ്യൂട്ടേഷൻ ആണോ, ബൈ അലീലിക് ഹെട്രോസൈഗസ് മ്യൂട്ടേഷൻ ആണോ, ബൈ അലീലിക് ഹോമോസൈഗസ് മ്യൂട്ടേഷൻ ആണോ, കൈമറിക് മ്യൂട്ടേഷൻ ആണോ? ഇത് ആ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ആൻസർ മീൻസ് ആ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഒന്ന് ആലോചിക്കുക, ഇതിൽ എത്ര അലീല് വരുന്നുണ്ട്, ഏത് തരത്തിലാണ്, ഒരേ തരത്തിലുള്ള മ്യൂട്ടേഷൻ ആണോ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ആണോ സംഭവിക്കുന്നത്? ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ബി പറയണവരുണ്ട്. വേറെ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ബി ആണ് കൂടുതൽ പേരും പറയണത്. ഓക്കെ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. അല്ലെ, നോക്ക്, 2 അലീല് അല്ലേ, 2 അലീലുണ്ട്. അതും ഹെട്രോസോയിഗസ് ആണ്. എന്താ, രണ്ടും 2 ടൈപ്പാണ്. ഓക്കെ. ഒന്ന് അഡീഷനും ഒന്ന് ഡെലീഷനാണ്. മോണോ അലീലിക് ആണെങ്കിൽ സിംഗിൾ അലീലേ പാടുള്ളൂ. ബൈ അലീലിക് ഹോമോസൈഗസ് ആണെങ്കിൽ രണ്ടും അഡീഷനോ രണ്ടും ഡെലീഷനോ ആയിരിക്കണം. കൈമറിക് ആയിരിക്കുമ്പോൾ മൾട്ടിപ്പിൾ അലീൽസ് വരും. അപ്പൊ അത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇത് മൾട്ടിപ്പിൾ അലീൽസിന്റെ ആണോ എന്ന് പറയാൻ പറ്റില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. KDL സീക്വൻസ് ഈസ് ആഡഡ്. ഇതും ഞാൻ പറഞ്ഞ പോലെ 2 സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ മാത്രമാണ് നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഇതൊന്ന് നോക്കാം. ഈ ഓപ്ഷൻ ഒന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ഈ ഭാഗം വായിച്ചിട്ട് നമുക്ക് മറ്റു ഓപ്ഷൻസ് നോക്കാം. അപ്പൊ ആദ്യം ഇത് വായിച്ച് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങളൊന്ന് വായിക്കേ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം.
A KDL sequence is added at the C terminus of a secreted glycoprotein X. ഒരു 500 amino acid residue ഉള്ള ഒരു glycoprotein ആണ്. Having no site for N-linked glycosylation. N-linked glycosylation site ഇല്ല. And expressed from a inducible promoter. Following 10, 20 and 60 minutes of induction. ER are purified and ഇതില് കണ്ടു. അപ്പൊ ഇങ്ങനെയാണ് ആ ഇമേജ് വരുന്നത്. മനസ്സിലാക്കാം. 10-ൽ ഇല്ല, 60 എന്ന് പറയുന്നത് 10-ൽ ഇല്ല, 20-ലാകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ, 60-ലാകുമ്പോൾ ഭയങ്കര കൂടുതൽ. Which one of the following statement likely explanation for the presence of high molecular weight band in the lane 20 and 60 minutes? എല്ലാവരും സൂം ലിങ്ക് പ്രൊവൈഡ് ചെയ്തതില് ജോയിൻ ചെയ്യണം. ഇത് ഇപ്പൊ സ്റ്റോപ്പ് ആവാൻ തോന്നുന്നുണ്ട് ലൈവ് യൂട്യൂബില്. സൂം ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും അതിലൊന്ന് ജോയിൻ ചെയ്യണേ. ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും സൂം ലിങ്ക് പ്രൊവൈഡ് ചെയ്തതിൽ ജോയിൻ ചെയ്യണം. നമ്മളെ കമന്റ് സെക്ഷനിൽ സൂം ലിങ്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. The signal sequence is not removed from some of the glycoprotein XKDL molecule. Glycoprotein XKDL become modified in endoplasmic reticulum after protein synthesis is completed. The glycoprotein XKDL molecule are modified in Golgi prior to endoplasmic reticulum retrieval. The quality control mechanism in ER recognize a pool of glycoprotein XKDL as being aberrant and targeted for degradation. ഈ ഓപ്ഷൻ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ ഗ്ലൈക്കോസിലേഷൻ ഇല്ല. എൻ ഗ്ലൈക്കോസിലേഷൻ ഇല്ല എന്ന് പറയുമ്പോ, അതുപോലെ ഇത് സി ടെർമിനസിൽ വന്ന് ബൈൻഡ് ചെയ്ത് എന്ന് പറയുമ്പോ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൈക്കോപ്രോട്ടീൻ XKDL protein after the synthesis in ER, it will be redirected to ER itself. Okay, through Golgi body. Golgi ബോഡിയിലൂടെ ER-ൽ നിന്ന് ER-ലേക്ക്. അപ്പൊ ഇത് ER-ലേക്ക് തന്നെ വരേണ്ട ഒരു പ്രോട്ടീൻ ആണ്. അപ്പോ XKDL-ന്റെ സിന്തസൈസ് ER-ൽ വെച്ച് സംഭവിക്കുന്നു. സംഭവിച്ച ശേഷം അതിനെ ഗോൾഗി വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഗോൾഗി തിരിച്ച് ER-ലേക്ക് തന്നെ അത് കൊണ്ടുവരും. ഓക്കെ, അപ്പോ ER